CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ മണച്ചാൽ പ്രദേശത്ത് കളിമൺ ഖനനം നടത്തി വലിയ ഗർത്തങ്ങൾ സൃഷ്ടിച്ച 64 ഏക്കർ ഭൂമിയിൽ കൃത്രിമ തടാകം സൃഷ്ടിക്കുന്നതിന്റെ നടപടി ത്വരിതഗതിയിലാക്കുന്നതിന് മന്ത്രി MP രാജേഷ് തൃശൂർ LSGD ജോയിന്റ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ ഡയപ്പർ ഡിസ്ട്രോയർ നാടിനെ സമർപ്പിച്ചു. കേരളത്തിൽ ഇതാദ്യമായാണ് ഡയപ്പർ ഡിസ്ട്രോയർ സംവിധാനം സജ്ജമാക്കിയത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഫേസ്ബുക്കിൽ വിദ്യാർത്ഥിയുടെ അപകടമരണം പങ്കുവച്ച എക്സ് സെക്രട്ടറിക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പാർട്ടി ബ്ലോക്ക് കമ്മിറ്റി കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നിരവധി പ്രവർത്തകർ അറസ്റ്റിൽ. കവിയൂർ പൊന്നമ്മയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. ആലുവയിലെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടന്നു. പെരുമ്പിലാവ് മസ്ജിദ് റഹ്മ പള്ളിക്ക് മുൻവശത്ത് 1 മാസത്തിലധികമായി ജല അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നു. പൊട്ടിയ പൈപ്പ് മാറ്റിസ്ഥാപിച്ച് ഉടൻ പ്രശ്നം പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പ്രവാസി സംഘടനയായ വടക്കാഞ്ചേരി സുഹൃത്ത് സംഘത്തിന്റെ 2024 വർഷത്തിലെ 2ാം ഘട്ട സാന്ത്വന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ നിർവഹിച്ചു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തൃത്താല സബ് ജില്ലാ ശാസ്ത്രമേള സ്വാഗത സംഘം രൂപീകരിച്ചു. ചാലിശ്ശേരി ഗവൺമെന്റ് സ്കൂളിൽ ഒക്ടോബർ 8, 9, 10 ദിവസങ്ങളിൽ തൃത്താല ഉപജില്ലാ ശാസ്ത്രമേള നടക്കും. ഉയർന്ന മാർക്കോടെ BDS ബിരുദം നേടിയ ഡോക്ടർ കൃഷ്ണ മോഹനനെ CPIM പനന്തറ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കോതമംഗലം തീർത്ഥാടന വിളംബര ഘോഷയാത്രയ്ക്ക് ഞായറാഴ്ച സ്വീകരണം നൽകും. ചാവക്കാട് ബീച്ചിൽ കടലാനയുടെ ജഡം കണ്ടെത്തി. സ്പീഡ് ബോട്ടിൽ പോയ സഞ്ചാരികളാണ് കടലിൽ 2 നോട്ടിക്കൽ മൈൽ അകലെ കടലാനയുടെ ജഡം കണ്ടെത്തിയത്. വർഷങ്ങളായി ചാലിശ്ശേരി മെയിൻ റോഡ് നിവാസികൾക്കും തൊഴിലാളികൾക്കും വ്യാപാരികൾക്കും വഴിയാത്രക്കാർക്കും ആശ്രയമായ പൊതു ടാപ്പ് അടച്ചുപൂട്ടിയ തൃത്താല വാട്ടർ അതോറിറ്റിയുടെ ജനദ്രോഹ നടപടിക്കെതിരെ കേരള വ്യാപാരി വ്യവസായി സമിതി ചാലിശ്ശേരി യൂണിറ്റ് പ്രതിഷേധ കൂട്ടായ്മയും 1000 പേരുടെ ഒപ്പുശേഖരവും നടത്തി. കടവല്ലൂർ പഞ്ചായത്ത് ഫുട്ബോൾ അക്കാദമി KFAയുടെ ആഭിമുഖ്യത്തിൽ കടവല്ലൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ 2 ദിവസങ്ങളിലായി നടന്ന അണ്ടർ 14 ഫുട്ബോൾ ടൂർണമെന്റിൽ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് സ്പോർട്ടിവോ പെരുമ്പിലാവ് ജേതാക്കളായി. എരുമപ്പെട്ടി വെള്ളർക്കാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ 2 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന നിറമാല ആഘോഷം സമാപിച്ചു. ബ്ലാങ്ങട് നന്മ കലാകായിക സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ ഷഹീദ് മെമ്മോറിയൽ കാരം ബോർഡ് ലീഗ് സംഘടിപ്പിച്ചു. പാരഡൈസ് ഒരുമനിയൂർ വിജയികളായി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.